പതിവ് പോലെ ഈ ഓഗസ്റ്റ് മാസത്തെ ആദ്യത്തെ ശനിയാഴ്ച നമ്മളെല്ലാവരും വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജന്മഗൃഹമായ കുടമാളൂരിലെ ഭവനത്തിലേക്ക് തീർത്ഥയാത്ര നടത്തുകയാണ്. സാധാരണ എല്ലാ തീർത്ഥാടനങ്ങളിലും മഴയുണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണ കോരിച്ചൊരിയുന്ന മഴയാണ്. പക്ഷേ ആ മഴയത്തും കുട്ടികളുടെ കുറവൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒത്തിരി ഇഷ്ടത്തോടെ ഈ ഭവനത്തിലേക്ക് കടന്നു വന്നു. അൽഫോൻസാമ്മയുടെ ആ ഓർമ്മ നിങ്ങളിൽ ഉണർത്തുന്ന ഒരു സ്നേഹമാണ് അതിന് കാരണമായിട്ട് നിൽക്കുന്നത് എന്ന് ഞാനും കരുതുകയാണ്. വർഷങ്ങളായിട്ട് ഏറ്റവും മനോഹരമായി ഈ തീർത്ഥാടനം ക്രമീകരിക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപത മിഷൻ ലീഗിനെ, അതിൻ്റെ ഡയറക്ടർ അച്ഛൻ ബാബു അച്ഛനെയും അസിസ്റ്റന്റ് ഡയറക്ടർ സ്റ്റെഫിൻ അച്ഛനെയും മറ്റെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. FCC കോൺഗ്രിഗേഷൻ വലിയ ഒരു ത്യാഗം എടുക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതുപോലെ നമ്മുടെ കുടമാളൂർ ഇടവകാംഗങ്ങൾ ബഹുമാനപ്പെട്ട വികാരിച്ചിൻ്റെ നേതൃത്വത്തിലെല്ലാം ഇതിനു വേണ്ടി ഏറെ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. അതെല്ലാം ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയിൽ, പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമ്മ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഭാഗമായ ഈ കുടമാളൂരിൽ ജനിക്കുകയും അവിഭക്ത ചങ്ങനാശ്ശേരി രൂപതയിൽ ജീവിക്കുകയും ചങ്ങനാശ്ശേരി രൂപതയിൽ തന്നെ മരണമടയുകയും ഒക്കെ ചെയ്ത വിശുദ്ധയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അൽഫോൻസാമ്മയോട് പ്രത്യേകമായ ഒരു ബന്ധമുണ്ട്. കേരള സഭയിലെ 2 വിശുദ്ധര്, സീറോ മലബാർ സഭയിലെ 2 വിശുദ്ധര് ജനിച്ചതും ജീവിച്ചതുമൊക്കെ നമ്മുടെ മണ്ണിലാണെന്നുള്ളത് നമുക്കെപ്പോഴും അഭിമാനകരമാണ്. അൽഫോൻസാമ്മ പഠിച്ചത് വാഴപ്പള്ളിയിലായിരുന്നു. വാഴപ്പള്ളി മഠവുമായിട്ടുള്ള ഒരു ബന്ധം, ചങ്ങനാശ്ശേരി FCC മഠവുമായിട്ടുള്ളൊരു ബന്ധമെല്ലാം അമ്മയ്ക്കുണ്ട്. അങ്ങനെയെല്ലാം നമ്മുടെ ഈ നാടുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ഒരു വിശുദ്ധയാണ് നമ്മൾ ഓർക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകമായ പ്രസക്തി നമ്മളെപ്പോലെ നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു വ്യക്തി സാർവത്രിക സഭയിൽ വിശുദ്ധയായി നാമകരണം ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. സഭ നമ്മളോട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, വിശുദ്ധിയിലേക്കുള്ള വിളി എല്ലാവരുടേതുമാണ്. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? അത് കർത്താവുമായി ഐക്യപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയാണ്. ഈശോയുമായി ഐക്യപ്പെട്ട് ജീവിക്കാൻ എല്ലാവർക്കും പ്രത്യേകമായ വിളിയുണ്ട്. ആ വിളി ഏറ്റവും സവിശേഷമായിട്ട് നിർവഹിച്ച ഒരാളായിട്ടാണ് അൽഫോൻസാമ്മയെ നമ്മൾ കാണുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാൻ ആഗ്രഹിച്ച വിശുദ്ധ. നമ്മളാണെങ്കിലും നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാനാണ്. ദൈവത്തിന് സമർപ്പിതമായ ഒരു ജീവിതം, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ലക്ഷ്യം തെറ്റാതെ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുകയാണ്. ദൈവത്തിന് സ്വയം സമർപ്പിതയായ ഒരു പെൺകുട്ടി, ഒരു കൊച്ചു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളിലേക്ക് അത് കടന്നു വരികയാണ്. നമ്മുടെ കുട്ടികളോട് നിങ്ങൾ ആരാകണം, എന്താകണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും പല മറുപടികൾ പറയും. ഡോക്ടർ ആകണമെന്നും, എഞ്ചിനീയർ ആകണമെന്നും, ശാസ്ത്രജ്ഞരാകണമെന്നും, ബിസിനസ്സുകാരാകണമെന്നും ഒക്കെ പറയും. ഇപ്പം നിങ്ങൾ കൂടുതലും പറയുന്നത് എന്താകണം എന്നുള്ളതിനേക്കാൾ എവിടെ പോകണമെന്നാണ്. ജർമ്മനിക്ക് പോകണം, കാനഡയ്ക്ക് പോകണം, അമേരിക്കയ്ക്ക് പോകണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താകണം, എന്തായിത്തീരണം എന്നുള്ളതിനെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ അൽഫോൻസാമ്മയ്ക്ക് ഒരു സംശയമില്ലായിരുന്നു. കുഞ്ഞുനാളിൽ തന്നെ ഈശോയ്ക്ക് സമർപ്പിതമായ ഒരു ജീവിതം, അത് ഒരു കന്യാസ്ത്രീ ആവണം, കന്യാസ്ത്രീ മഠത്തിൽ ചേരണം. അങ്ങനെ തീവ്രമായ അഭിലാഷത്തോടു കൂടിയാണ് അൽഫോൻസാമ്മ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് നമുക്കറിയാം അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ ഒത്തിരി രോഗപീഠകളായിരുന്നു, ഒത്തിരി സഹനങ്ങളായിരുന്നു. ആ സഹനങ്ങളുടെ മധ്യത്തിൽ അമ്മ ആ സഹനങ്ങളെയെല്ലാം
സ്വീകരിക്കുകയും അതിൽ ദൈവത്തെ സ്നേഹിക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് അൽഫോൻസാമയുടെ ജീവിത വിശുദ്ധിയായിട്ട് നമ്മൾ കരുതുന്നത്. ജീവിതത്തിലെ ഏത് സാഹചര്യമാണെങ്കിലും നൽകപ്പെട്ട സാഹചര്യങ്ങളെല്ലാം സ്വീകരിച്ച് അതിനെ ദൈവത്തെ സ്നേഹിക്കാൻ, കൂടുതൽ സ്നേഹിക്കാനുള്ള ഒരു മാർഗമായിട്ട് അൽഫോൻസാമ അതിനെയെല്ലാം രൂപാന്തരപ്പെടുത്തുകയാണ്. അതാണ് നമ്മൾ ഈ വിശുദ്ധിയുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഏറ്റവും മാതൃകാപരമായിട്ട് വരേണ്ട ഒരു പ്രത്യേകമായ ഒരു കാര്യം ഇതാണ്. നമ്മൾ ദൈവത്തിന് ജീവിതം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതെല്ലാം, ഒഴിവാക്കാനാവാത്തതെല്ലാം തന്നെ അത് സ്വീകരിക്കാനും ദൈവത്തെ സ്നേഹിക്കാനുള്ള വഴികളായി അതിനെ രൂപാന്തരപ്പെടുത്താനും നമുക്കും സാധിക്കും. അതിനുള്ള കൃപ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട സഹനങ്ങളും ഒഴിവാക്കാനാവാത്ത സഹനങ്ങളുമുണ്ട്. ഒഴിവാക്കേണ്ട സഹനങ്ങൾ എന്താണ്? അത് മനുഷ്യന്റെ തിന്മ മൂലം ഉണ്ടാകുന്ന സഹനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ മയക്കുമരുന്നിനെതിരായിട്ടുള്ള വലിയ സമരത്തിലാണ് കേരള ജനത. മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യര് കുട്ടികളുടെ മസ്തിഷ്കങ്ങളെ നശിപ്പിക്കത്തക്ക രീതിയിൽ മയക്കുമരുന്നിന്റെ വിതരണക്കാരാവുകയും അത് അനേകം വ്യക്തികളെ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന സഹനം നമ്മൾ സഹിക്കേണ്ട കാര്യമില്ല. ആ സഹനം ഒഴിവാക്കപ്പെടേണ്ടതാണ്. അത് ഒഴിവാക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതാണ്. ഒരു വ്യക്തിയുടെ മദ്യപാനം ഒരു കുടുംബത്തെ മുഴുവൻ തകർക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ തേടേണ്ടതാണ്. അതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലൊക്കെ അതിനെതിരെ പോരാടാനും ആ സഹനങ്ങളിൽ നിന്ന് നമ്മളെയും മറ്റുള്ളവരെയും മോചിപ്പിക്കാനും ഒക്കെയുള്ള പരിശ്രമങ്ങളും ഉണ്ടാവണം. ചിലപ്പോൾ സഹനമുണ്ടാകുന്ന നമ്മുടെ തന്നെ ചില സ്വഭാവ രീതികൾ കൊണ്ട് മറ്റുള്ളവർക്ക് സഹനം ഉണ്ടാവുകയാണ്. നമ്മളത് നമ്മളോട് തന്നെ നിരന്തരം ചോദിക്കേണ്ടതാണ്. എൻ്റെ ഏത് സ്വഭാവ രീതിയാണ് മറ്റുള്ളവർക്ക് സഹനമായിട്ട് മാറുന്നത്? എൻ്റെ ഏത് ജീവിത രീതി അല്ലെങ്കിൽ എൻ്റെ ഏത് സ്വഭാവ രീതി ഒഴിവാക്കിയാലാണ് എൻ്റെ കൂടെയുള്ള മനുഷ്യർ കുറച്ചും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്? നിരന്തരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ തന്നെ സ്വഭാവ പ്രത്യേകതകളിലൂടെ നമ്മൾ ഒത്തിരി പേർക്ക് സഹനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ചിലരുടെ ഒരു പ്രത്യേക താല്പര്യം അതാണ്. രാവിലെ എഴുന്നേറ്റ് കൂടെയുള്ളവർക്കെല്ലാം സഹനം കൊടുക്കുക. അങ്ങനെ സഹനം കൊടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതെല്ലാം സഹിച്ച് ബാക്കി എല്ലാവരും ജീവിക്കണമെന്ന് കർത്താവ് എങ്ങും പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അപ്രകാരം അടിച്ചേൽപ്പിക്കപ്പെടുന്ന സഹനങ്ങൾക്കെതിരെ പോരാടാനും അതിനെ ഒഴിവാക്കാനും തന്നെയാണ് കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. സദുക്കായരും പ്രീശരും പുരോഹിത പ്രമാണികളും എല്ലാം ആ ജനതയെ ചൂഷണം ചെയ്തപ്പോൾ അതിനെതിരെ പ്രവർത്തിച്ച വ്യക്തി തന്നെയാണ് നമ്മുടെ കർത്താവ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒഴിവാക്കേണ്ട സഹനങ്ങൾ അത് മനുഷ്യന്റെയും സമൂഹത്തിന്റെയും തിന്മകളിൽ നിന്നുളവാകുന്ന സഹനങ്ങളാണ്. അത് ഒഴിവാക്കേണ്ടതാണ്. അത് ഒഴിവാക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അതേസമയം ഒഴിവാക്കാനാവാത്ത ചില സഹനങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ ദാരിദ്ര്യമാവാം. നമ്മുടെ മാതാപിതാക്കള് രോഗികളായിരിക്കാം, അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ കാണും. അപ്പോൾ നമ്മുടെ ജീവിതം കുറച്ചും കൂടെ ഒന്ന് ചുരുക്കി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ട് വരും. എല്ലാവരെയും പോലെ എല്ലാ സൗകര്യങ്ങളുമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പോഴൊക്കെ ആ ഒരു ജീവിത സാഹചര്യത്തെ സ്വീകരിക്കാനും അത് നേരിടാനും ഒക്കെ സാധിക്കുമ്പോൾ അതൊരു പുണ്യമായിട്ട് മാറുകയാണ്. ഒഴിവാക്കാനാവാത്ത സഹനങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്ന് പറയുന്നത്, അതാണ് അൽഫോൻസാമ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ വീട്ടിലെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥകളെ ഒഴിവാക്കാനായിട്ട് എങ്ങനെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കി പണം ധൂർത്തടിച്ച് ജീവിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതം നശിപ്പിക്കുകയാണ്, മറ്റനേകരുടെ ജീവിതങ്ങളെ നശിപ്പിക്കുകയാണ്. അത് ഒരു വല്ലാത്ത ഒരവസ്ഥയാണ്. പക്ഷെ ആ ഒരു തിന്മ വരുന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ നമുക്കായി നൽകപ്പെടുന്ന ചില സഹനങ്ങളെ സ്വീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. തീരാ രോഗങ്ങളിൽ കഷ്ടപ്പെടുന്ന സഹോദരങ്ങളുണ്ട്.
ഏത് രോഗവും കർത്താവ് സൗഖ്യപ്പെടുത്തും. പക്ഷെ ചില രോഗങ്ങൾ, ചില വേദനകൾ അവിടുത്തെ മഹത്വത്തിൻ്റെ അടയാളങ്ങളായി നമ്മൾ സ്വീകരിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ദീർഘകാലമായി രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ രോഗങ്ങൾക്കെതിരെ കലഹിക്കുന്നതിനേക്കാളും കർത്താവ് നമ്മളോട് പറയും, ആ രോഗത്തിൻ്റെ അവസ്ഥയെ തമ്പുരാനെ സ്നേഹിക്കാനുള്ള ഒരവസ്ഥയായി രൂപാന്തരപ്പെടുത്താൻ. അതാണ് ഈ ഒഴിവാക്കാനാവാത്ത സഹനങ്ങളെ ദൈവ സ്നേഹത്തിൻ്റെ നിമിഷങ്ങളാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു വലിയ ക്ഷണം സുവിശേഷം നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും ഈ അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഞാൻ ഇന്ന് അമ്പൂരിയിൽ നിന്നും കൊല്ലം മേഖലയിൽ നിന്നൊക്കെയുള്ള കുട്ടികളെ ഈ വഴിയിൽ കാണുകയുണ്ടായി. അവരെല്ലാം അതിരാവിലെ എഴുന്നേറ്റ് വളരെ ത്യാഗപൂർവം ഈ വിശുദ്ധയുടെ ജന്മഗൃഹത്തിലേക്ക് കടന്നു വന്നവരാണ്. അങ്ങനെ നമ്മൾ ത്യാഗപൂർവം ഈ ഒരു തീർത്ഥാടനം നടത്തുമ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമായിട്ട് മാറും. അത് ഈ വിശുദ്ധിയോടുള്ള ഒരു അടുപ്പമായിട്ട് മാറും. ഈ വിശുദ്ധിയുടെ ജീവിതത്തിലെ നിലനിൽക്കുന്ന മൂല്യങ്ങൾ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം കൂടി നിങ്ങളിൽ ജനിക്കുകയാണ്. അങ്ങനെ വിശുദ്ധയുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെല്ലാം സ്വന്തമാക്കി ജീവിതം ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൊച്ചു ജീവിതങ്ങളിലും ചിലപ്പോൾ ഒഴിവാക്കാത്ത സഹനങ്ങളൊക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുപോലെ നമ്മുടെ കൂടെ സഹിക്കുന്ന മറ്റു കുട്ടികൾ കാണും. അവരെയൊക്കെ ചേർത്ത് പിടിക്കാനും അവരെയൊന്നും പരിഹസിക്കാതെ കളിയാക്കാതെ, പഠനത്തിൽ പിന്നോക്കമായിട്ടുള്ളവർ കാണും, അല്ലെങ്കിൽ ശാരീരികമായ വൈകല്യങ്ങൾ ഉള്ളവർ കാണും, ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുണ്ടാവാം. അവരെയൊന്നും പരിഹസിക്കാതെയും ഇകഴ്ത്തി പറയാതെയും അവരെയെല്ലാം ചേർത്ത് പിടിക്കാനും അവരുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത സഹനങ്ങൾ ലഭിച്ചിരിക്കുമ്പോൾ അവയൊക്കെ ദൈവസ്നേഹത്തിൻ്റെ നിമിഷങ്ങളാക്കി മാറ്റാനുള്ള ഒരു പ്രേരണയായിട്ട് മാറാനുമെല്ലാം നമുക്ക് സാധിക്കേണ്ടതാണ്. അതിന് കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ പ്രാർത്ഥന സഹായം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. ഒരിക്കൽ കൂടി നമ്മുടെ അതിരൂപതാ മിഷൻ ലീഗിൻ്റെ അതിരൂപതാ നേതൃത്വത്തെയും ഓരോ ഇടവകയിലെ വികാരിയച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും മിഷൻ ലീഗിൻ്റെ ഭാരവാഹികളെയും എല്ലാം ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഈ മണ്ണിൽ ജനിച്ച് ജീവിച്ച് ഞങ്ങൾക്ക് മാതൃകയായി മാറിയ വിശുദ്ധ അൽഫോൻസയെ സ്വർഗീയമായ മഹത്വത്തിൽ കാണാൻ സാധിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ അമ്മയുടെ പ്രാർത്ഥനാ സഹായത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് കൂടുതൽ കരുത്തുള്ളതാക്കണമേ. അവിടുന്ന് നൽകുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനും ദൈവസ്നേഹത്തിൻ്റെ മാർഗങ്ങളാക്കി മാറ്റുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും സമാധാനം നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.